എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടന്ന LDC കൊല്ലം പരീക്ഷയിലെ കൊല്ലം കണ്ണൂർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഇങ്ങനൊരു ചോദ്യം കാണുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. ഇത് ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക. അത് കാണാതെ പഠിക്കേണ്ട ഒരു സാധനമാണ്, അത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് ഏത് ബഹുഭുജമാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ത്രികോണം, ചതുരം, പഞ്ചഭുജം, ഷഡ്ഭുജം, സമം, അങ്ങനെ ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എന്ത്? ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിൻ്റെ അകക്കോണുകളുടെ തുക എത്രയായിരിക്കും? ഈ 360ൻ്റെ പകുതി എത്രയാണ്? 180. ചോദ്യം തന്നേക്കുന്ന ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എത്രയാണ് നമുക്കറിയാം? 360 ആണ്. ഇനി എന്താ പറഞ്ഞാൽ അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് ഈ 360. അപ്പോൾ അതിൻ്റെ അകക്കോണുകളുടെ തുക എത്രയായിരിക്കും? അകക്കോണുകളുടെ തുക എത്രയായിരിക്കും? ഈ 360ൻ്റെ പകുതി ആയിരിക്കും അല്ലേ? അതായത് 180 ഡിഗ്രി. 180 ഡിഗ്രി വരുന്ന ഇതാകുന്നത് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 180 ഡിഗ്രി വരുന്ന ബഹുഭുജം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും. ഇനിയിപ്പോൾ അത് അറിയില്ല എങ്കിൽ കൂടി ബഹുഭുജത്തിൻ്റെ വശങ്ങൾ തന്നു കഴിഞ്ഞാൽ, ഒരു ബഹുഭുജത്തിൻ്റെ വശങ്ങൾ തന്നു കഴിഞ്ഞാൽ അവയുടെ അകക്കോണുകളുടെ തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കൂളിൽ. എന്താ ഇക്വേഷൻ? n-2 × 180. n-2 × 180. ഇതൊരു ഇക്വേഷനാണ് അല്ലേ? എന്താണ് കണ്ടുപിടിക്കാനാ? ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? n-2 × 180. അപ്പോൾ നമുക്കിത് എത്രയാണ് തന്നിട്ടുണ്ട്? 180 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ n-2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? n-2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 180 ഇവിടെ, ഈ 180 ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഗുണിക്കണം 180 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം 180. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയാൽ 1. അപ്പോൾ നമുക്ക് എങ്ങനെയായി? n-2 = 1 എന്നുള്ള പോലെയായിട്ട് ഇക്വേഷൻ മാറി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? n = ഈ 1 ഇവിടെ ഉണ്ട്, ഈ -2 അപ്പുറത്തേക്ക് വരുമ്പോൾ +2 ആവും. അപ്പോൾ n എത്രയാ? 3. എത്രയാണ്? 3. അപ്പോൾ 3 വശങ്ങളാണുള്ളത്. എന്താ സംഭവം? ത്രികോണം. നമ്മളിത് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ ഉള്ളളവുകളുടെ അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി, 3 ആണ് ഉത്തരം. വശങ്ങളുടെ എണ്ണം 3. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക 360 ഡിഗ്രിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 180 ഡിഗ്രി തന്നിട്ടുണ്ട് അകക്കോണുകളുടെ തുക എങ്കിൽ എന്താണ്? വശങ്ങളുടെ എണ്ണം കാണാൻ നമുക്കറിയണം. ഇക്വേഷൻ ഉണ്ട്, n-2 × 180. n-2 × 180 ഇക്വേഷൻ കാണാതെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് കേട്ടോ. n-2 × 180 എന്താണ്? ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ n-ൻ്റെ വാല്യൂ, അല്ല n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം കേട്ടോ. n-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, 3 എന്ന് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കാതെ തന്നെ ഞാൻ പറഞ്ഞു എന്ത്? 180 ഡിഗ്രി. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ കേട്ടോ. ത്രികോണമാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും അകക്കോണുകളുടെ തുക. ചതുരാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോൾ പഞ്ചഭുജമാണെന്നുണ്ടെങ്കിൽ 540 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ പോവും കേട്ടോ. അപ്പോൾ ഇതിലെന്തായാലും ഈ ത്രികോണം, ചതുരം നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അധികം ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളാണ് അല്ലേ? ത്രികോണം, ചതുരം എന്താ ഇതൊക്കെ പഠിക്കാൻ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു സമഭുജ ത്രികോണത്തിന് എഴുതാം, ഞാൻ വെറുതെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ 60 ഡിഗ്രി ആയിരിക്കും. അതല്ല അതിൻ്റെ പ്രത്യേകത. ഈ ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. ഈ 3 കോണും കൂട്ടി എത്രയാണ്? 180 ഡിഗ്രി. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ചതുരം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ചതുരം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി,
ഇത് 90 ഡിഗ്രി. മട്ടകോണായിരിക്കില്ലേ ചതുരത്തിൻ്റെ എല്ലാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 4 വശമാണുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ എത്ര, അതും 360 ഡിഗ്രി. ഇപ്പോൾ ചതുരം ഇങ്ങനെയല്ലാതെ ഇങ്ങനെയൊക്കെ വരയ്ക്കാം കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരയ്ക്കുമ്പോഴും അതൊക്കെ എന്തായിരിക്കും, അകക്കോണുകളുടെ തുക 360 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. പക്ഷേ നമ്മൾ ഈക്വേഷൻ എന്തായാലും പഠിച്ചു, n-2 × 180 ഡിഗ്രി. പിന്നെ അതുപോലെ തന്നെ ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക 360 ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കാം. ഇതാകുന്ന ഡയറക്റ്റായിട്ട് ചോദ്യം. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ, n-2 × 180. n-2 × 180. n എത്ര ഇവിടെ തന്നിട്ടുണ്ട്, 12. 12 കുറയ്ക്കണം 2 എത്രയാ, ഞാൻ നേരെ എഴുതാൻ പോവാ. 12 2 പോയാൽ 10 ഗുണിക്കണം 180 എത്രയായിരിക്കും, 180 ഒരു 0 1800. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. 2, 5, 8 അങ്ങനെ പോകുന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500 എന്നാണ് ചോദിച്ചേക്കണേ. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500 എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ പദം എന്തായിരിക്കും, എത്രാമത്തെ പദമാണ് എന്നുള്ള പോലെ ചോദ്യം വരണമെന്നുണ്ടെങ്കിൽ ഈ എന്തെഴുതണം, 2500ൻ്റെ വർഗ്ഗമൂലം എടുക്കണം. എത്രയാണത്, 2500ൻ്റെ വർഗ്ഗമൂലം 50. അപ്പോൾ ചോദ്യം ഇങ്ങനെയായി മാറി. എന്ത്, 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 50 എന്നുള്ള മാതിരി ചോദ്യം മാറി. അങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, 2, 5, 8 ഇങ്ങനെ പോവാണ്. 2, 5, 8 ഇങ്ങനെ പോയി ലാസ്റ്റ് എത്രയായി, 50 വരെ എത്തി. ഈ 50 എത്രാമത്തെ പദമാണെന്നാണ് ചോദ്യം. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒരൊറ്റ ഇക്വേഷൻ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ചെയ്യുന്ന പോലെയും ചെയ്യാം. ഞാൻ ആ ഒറ്റ ഇക്വേഷൻ വെച്ച് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. പദം എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ, എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവസാന പദം. ഇപ്പോൾ അവസാന പദം ഏതാ, 50 കുറയ്ക്കണം ആദ്യ പദം. അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ഏതാ, 2 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. ഇത്രയും ചെയ്തിട്ട് അതിനോട് 1 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. എന്താണ്, നമ്മളെ n കണ്ടുപിടിക്കാൻ, പദം എത്രാമത്തെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. അപ്പോൾ നോക്കിക്കേ, പറഞ്ഞേ, അവസാന പദം എത്ര, ഇതിൽ അവസാന പദം 50 കുറയ്ക്കണം ആദ്യ പദം എത്രയാ, 2. ആദ്യ പദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ, അവസാന പദം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആൾ, അത്രേ ഉള്ളൂ കേട്ടോ. ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യത്യാസം, ഇത് 2, 5 തമ്മിലുള്ള വ്യത്യാസം എത്ര, 3. 5, 8 തമ്മിലുള്ള വ്യത്യാസം എത്ര, 3. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇതെന്താ, ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പൊതുവ്യത്യാസം +3 വെച്ചാണ് പോകുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ആ കിട്ടുന്നതിനെ 1 കൊണ്ട് കൂട്ടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 50 2 പോയാൽ 48/3 +1. 48 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 + 1 17 ആയിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 17. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. പദം എത്രാമത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. പക്ഷേ ഇങ്ങനെ ആക്കണം, ആദ്യം ഇത് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ വേണം. എന്ത് ചെയ്യണം, എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ പദമാണ് എന്നുള്ള രീതിയിലേക്ക് ആ ചോദ്യം മാറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇതിലെ ഹുക്ക്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വയ്ക്കുക. അതായത് an എന്ന് പറയുന്നത് n-ാം പദം, an എന്ന് പറയുന്നത് n-ാം പദം സമം a എന്താ ആദ്യ പദം പ്ലസ് n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദം കുറയ്ക്കണം, പദത്തിൻ്റെ എണ്ണം അല്ലേ, എത്രാമത്തെ പദമാണ് അത് കുറയ്ക്കണം 1 × d. ഈ സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിലേക്ക് മാറ്റിയത് കേട്ടോ. എന്തായിരുന്നു, n-ാം പദം സമം a + n-1 × d. ഈ ഒരു ഇക്വേഷനും പഠിച്ചാലും മതിയാകും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ വാല്യൂസ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ a എന്ന് പറഞ്ഞാൽ 50 സമം a എന്ന് പറഞ്ഞാൽ 50 ആണ്, a എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് n-1 അത് നമുക്കറിയില്ല ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി ഈ 50 ഇവിടെ ഉണ്ട്, ഈ സമത്തിൻ്റെ അപ്പുറമല്ലേ 2, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2 ആയി. n-1 ×
3 എന്നുള്ള പോലെയായിട്ട് മാറും. അപ്പോൾ 48 സമം n-1 ഇൻറ്റു 3 ആണ്. ഈ 3 എന്ത് ചെയ്യും, ഇവിടെ ഗുണനമാണല്ലോ, ഇത് ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n-1 സമം 48/3 എന്നാവും. അപ്പോൾ n-1 എത്രയാ, 16. 48/3 16. അപ്പോൾ n എത്രയാ, 16. ഈ -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ +1 ആവും. n 16 + 1 17. നമ്മുടെ 17 എന്ന് കിട്ടും. ഈ രീതിയിലും ഈ ചോദ്യത്തെ ചെയ്യാം. ഇതാണ് സംഭവം. പക്ഷെ നമ്മൾ മറ്റേ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ പദത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവസാന പദം കുറയ്ക്കണം, ആദ്യ പദം ഹരിക്കണം, എന്ത് പൊതുവ്യത്യാസം കൂട്ടണം 1. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? നമ്മളോട് പലിശ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ഇക്വേഷൻ വെച്ചിട്ടാണ്, P × 1 + R/100 ഹോൾ പവർ n എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് നമ്മൾ ഈ പിയുടെ വാല്യൂ കുറയ്ക്കും. ഓക്കെ, അത് കണ്ടുപിടിച്ചതിന് ശേഷം പിയുടെ വാല്യൂ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, പലിശ. ഇപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന എന്താണ്, പലിശയും മുതലും കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് കിട്ടുക, കൂട്ടുപലിശയല്ലേ. അപ്പോൾ അതാണ് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മുടെ 25,000 കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 25,000 ഗുണിക്കണം 1 + എത്രയാ, 8/100 ഹോൾ പവർ 2. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു രീതി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 25,000 ഗുണിക്കണം, നേരത്തെ തന്നെയാണ് 108/100. 2 വർഷത്തേക്കായതുകൊണ്ട് അത് 2 തവണ എഴുതുക, 108/100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് എന്ത് ചെയ്യുക, 25,000 കുറച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 25,000 ഗുണിക്കണം. നമുക്ക് 8% വാർഷികമാകുമ്പോൾ 100ൻ്റെ കൂടെ 8 കൂടിയും കൂട്ടാം, 108/100 × 108/100. അത് ചെയ്തിട്ട് അതിന് 25,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്രയാണ് പലിശ എന്നുള്ളത് കിട്ടും. അപ്പോൾ പക്ഷേ നമ്മൾ അതിനല്ല നിൽക്കുന്നത്, നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, റേഷ്യോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന റേഷ്യോ 2 വർഷങ്ങൾക്കാണ്. 2 വർഷങ്ങൾക്കായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2 വർഷമാണെന്നുണ്ടെങ്കിൽ 2:1, മറക്കണ്ട. 3 വർഷത്തിന് വേറെ റേഷ്യോ ആണ്. 2 വർഷമാണെന്നുണ്ടെങ്കിൽ 2:1. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന 25,000 രൂപയാണ് നിക്ഷേപിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഈ 25,000 എടുത്തിട്ട് അതിൻ്റെ 8% നമ്മൾ ആദ്യം കാണും. 25,000ൻ്റെ 8% നമ്മൾ ആദ്യം കാണും. അത് കാണാമെന്ന് പറഞ്ഞാൽ ഈ 2 0 പോയി, ഈ 2 0 പോയി. 250 × 8 2000. ഓക്കെ ആണല്ലോ. 25,000ന് 8% കണ്ടു. ഇപ്പം നമുക്കൊരു വാല്യൂ കിട്ടിയില്ല, 2000. ആ 2000ത്തിന് എടുത്തിട്ട് ആ 2000ൻ്റെ 8% കാണും. 2 വർഷം ആയതുകൊണ്ടാണ് 2 തവണ കാണുന്നത്. 3 വർഷമാണെന്നുണ്ടെങ്കിൽ എത്ര തവണ കഴിയും, അപ്പോൾ 3 തവണ കഴിക്കും. അത് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 8% കാണാൻ പറഞ്ഞു. അപ്പോൾ ഈ 2 0 പോയിട്ട് ഈ 8 16. അപ്പോൾ ഇത് എത്ര കിട്ടി, 160 എന്നായി. ഇനിയാണ് നമ്മുടെ റേഷ്യോൻ്റെ ആവശ്യം. ഇത്രയും ചെയ്തതിന് ശേഷം ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ എഴുതരുത്. ഇതിന് ശേഷം നമ്മൾ റേഷ്യോനെ എടുക്കണം, 2:1. അപ്പോൾ 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തതിന് 2 കൊണ്ടും രണ്ടാമത്തതിന് 1 കൊണ്ടും ഗുണിക്കാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും, ആദ്യത്തത് 4000 എന്നും കിട്ടും, രണ്ടാമത്തത് 160 തന്നെ കിട്ടും. എന്നിട്ട് ഇത് 2 കൂടിയും കൂട്ടുക. അപ്പോൾ ഇത് 2 കൂട്ടിയാൽ എത്ര, 4160. ഈ കിട്ടുന്നതായിരിക്കും എന്ത്, പലിശ എന്ന് പറയുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. ഇത്രയും നേരം ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പറയുമ്പോൾ മാത്രമാണ് ഇത്ര സമയം എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റായിട്ടുള്ള വാല്യൂ ചെറിയ ഗുണനങ്ങളിലൂടെ കിട്ടും. ഇപ്പോൾ ഈ 108/100 ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ? അതിനെക്കാട്ടിലും സിമ്പിളായിട്ട് സാധാരണ 8% കണ്ടുള്ള രീതിയിൽ പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 2.5² - 1.5² എത്രയാണ്? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു സാധനം എപ്പോഴും കാണാതെ പഠിച്ചോ എന്ന് ഞാൻ പറയാറുണ്ട്. എന്താണ് ആ സാധനം? A² - B² ആണ് ആ സാധനം. A² - B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B × A - B ആണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ ഇതായിരിക്കും. A² - B². ഈ സർവ്വസമവാക്യമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. A² - B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B × A - B ആണ്. അതില്ലാത്ത പരീക്ഷകളില്ല. നോക്ക്, ഈ ചോദ്യം ശരിക്കും അങ്ങനെ ചെയ്താൽ മതിയെന്നേ, വെറുതെ കഷ്ടപ്പെട്ട് ബാക്കിയുള്ള രീതിയിലൊന്നും പോകണ്ട. നിങ്ങൾ ഈ രീതി ഉപയോഗിച്ച് നോക്കി, ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടും. A² - B² എന്നുള്ള ഫോമിലാണോ ഇത്? ആണ് അല്ലേ? ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ഈ ചോദ്യത്തിൽ A² - B² ഫോമിലാണോ ചോദ്യം എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ കാര്യം. ഇപ്പോൾ 2.5² - 1.5² എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വരേണ്ട ഐഡിയ ഇത് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇനി നോക്കേണ്ടത് ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിന് സ്ക്വയറൊന്നും കാണണ്ട, എന്ത്
2.5 കൂട്ടണം a പ്ലസ് ബി. എ എന്താ 2.5, ബി എന്താ 1.5. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. ബി എന്താ 1, 1.5 അല്ലേ, ഗുണിക്കണം a മൈനസ് ബി. 2.5യിൽ നിന്ന് 1.5 കുറയ്ക്കണം. ഇനി നോക്ക്, നിങ്ങൾ കണക്കൊന്നും നോക്കണ്ട, കണക്കൊന്നും കൂട്ടണ്ട. 2.5 1.5 ഇത് എഴുതിയ 2.5ആണ്. 2 1/2 പ്ലസ് 1 1/2 എന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളിതൊന്നും മനസ്സിലാക്കുക. ഇത് 2.5ആണ്, ഇത് 1.5ആണ് അല്ലേ, അതല്ലേ എഴുതിയേക്കണേ, കണ്ണിൽ കാണുന്നതല്ലേ. 2.5 1.5 കൂട്ടിയാൽ എത്രയാണ്? 2.5 1.5 കൂട്ടിയാൽ എത്രയാണ്? 2.5 1/2 കൂട്ടിയാൽ 3, 3 1 കൂട്ടിയാൽ 4. അങ്ങനെ ചെയ്യും നിങ്ങൾ. അല്ലാതെ നിങ്ങളിത് എഴുതി ഇതാക്കുന്ന 2.5 കിട്ടി, പിന്നെ പ്ലസ് 1.5. ഇതിപ്പോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ 2 1 ആദ്യം കൂട്ടി, ഈ 2 1 കൂട്ടി 3 പ്ലസ് ഈ 1/2 കൂട്ടി. എത്ര 1/2 കൂട്ടിയാൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ 2/2 എന്നൊക്കെ എഴുതി, പിന്നെ അതിന് 1 എന്ന് എഴുതി 4 എന്ന് എഴുതി, അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 1/2 കൂട്ടിയാൽ 1 അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിനൊന്നും സമയം കളയാനില്ല. 2.5 കൂട്ടണം 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1/2ആണ്. ഈ 1/2 എന്ന് എഴുതിയാൽ 1/2 എന്ന് മനസ്സിലാക്കുക. അതുപോലെ 1/4 എന്ന് എഴുതിയാൽ 1/4 നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. 2.5 കൂട്ടണം 1.5. അപ്പോൾ എന്ത് ചെയ്തു? 2.5 കൂട്ടണം 1.5 ചെയ്യുമ്പോൾ 2.5 1/2 കൂട്ടിയാൽ 3, 3 1 കൂട്ടിയാൽ 4. പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ കിട്ടും കേട്ടോ. 4 ഗുണിക്കണം 2.5 എന്ന് 1.5 കുറയ്ക്കാം. 2.5 എന്ന് എങ്ങനെ 1.5 കുറയ്ക്കുക? 2.5 എന്ന് 1.5 പോയാൽ ചെറിയ കുട്ടികൾക്ക് അറിയും 2.5 എന്ന് 1.5. ഇത് ഈ ഭിന്നസംഖ്യ എന്നുള്ള കാര്യം വിട്ടിട്ട് 2.5യിൽ നിന്ന് 1.5 പോയാൽ എത്രയാണ്? 1 വരിക. അങ്ങനത്തെ ഒരു സാധാ കോമൺ സെൻസ് മതി. ഉത്തരം എത്ര? 4 ഗുണിക്കണം 1 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി പറയില്ല, എനിക്ക് നോക്കിക്കോ. 2.5 കുറയ്ക്കണം 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ 2 1 കുറയ്ക്കും. എത്ര? 1. ഇനി എന്ത് ചെയ്യുന്നു? ഈ 1/2 കുറച്ചു. 1/2 കുറച്ചാൽ എത്രയാണ്? 0. അപ്പോൾ നമുക്ക് എത്ര? പ്ലസ് 0 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 0 എഴുതണോ? വേണ്ട, 1 നമ്മുടെ ഉത്തരം. അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഈ 2.5 എന്ന് എഴുതിയിരിക്കണതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ 2 പ്ലസ് 1/2 കുറയ്ക്കണം 1 പ്ലസ് 1/2. ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് നമ്മൾ 2 പ്ലസ് 1/2 കുറയ്ക്കണം 1, ഈ മൈനസും ഈ പ്ലസും ആയിട്ട് ഗുണിക്കണം കേട്ടോ. അപ്പോൾ 1/2 എന്നുള്ള പോലെ ആവും. ഈ 1/2 വെട്ടിപ്പോണാണ്. 2 1 പോയാൽ 1. ഇതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ഇതിനൊന്നും മെനക്കെടേണ്ട ആവശ്യം നമുക്കില്ല. 2.5 എന്ന് 1.5 പോയാൽ 1 എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മളൊരു കോമ്പറ്റീവ് എക്സാമിന് നമുക്ക് സമയമില്ല കളയാൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 1 ഗുണിക്കണം 2 അത് കോമ 2 ഗുണിക്കണം 3 കോമ 3 ഗുണിക്കണം 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളിതിൻ്റെ ഒരു ശ്രേണിയുടെ ഒരു പ്രത്യേകത കണ്ടോ? എങ്ങനെ? 1 ഗുണിക്കണം 2, അടുത്തത് എന്താണ്? 2 ഗുണിക്കണം 3 അല്ലേ. അടുത്തത് എന്താണ്? 3 ഗുണിക്കണം 4 അല്ലേ. ഈ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അടുത്തത് എന്തായിരിക്കും? 4 ഗുണിക്കണം 5 അങ്ങനെ പോയി നമ്മളോട് പറഞ്ഞ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് ചോദിക്കുമ്പോൾ 10ാമത്തെ പദം എത്രയായിരിക്കും? 10 ഗുണിക്കണം 11 അല്ലേ ആവുക അല്ലേ. അവസാനത്തെ പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ഗുണിക്കണം 11 ആവുക. ഓക്കെ ആണല്ലോ. അവസാനത്തെ പദം എന്ന് പറയുന്നത് 10 ഗുണിക്കണം 11 ആവുക. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ 1 തുടങ്ങിക്കഴിഞ്ഞാൽ 10ാമത്തെ പദം എന്ന് പറയുന്നത് 10 ഗുണിക്കണം 11 ആയിരിക്കും. ആ സാധനം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ 20ാമത്തെ പദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ 20 ഗുണിക്കണം 21 30ാമത്തെ പദമാണെന്നുണ്ടെങ്കിലോ 30 ഗുണിക്കണം 31 ഓക്കെ ആണോ? അങ്ങനെ ഓക്കെ ആണെങ്കിലാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് പറയുന്നുള്ളൂ. ഇതിന് വേറെ മെത്തേഡൊക്കെ ഉണ്ട്, ഞാൻ ഷോർട്ട് കട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇത് നോക്കാം. 1 ഗുണിക്കണം 2, 2 ഗുണിക്കണം 3, 3 ഗുണിക്കണം 4 അങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പദം എന്ന് പറയുന്നത് 10 ഗുണിക്കണം 11 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 10 പദങ്ങളുടെ തുക എന്ന് തന്നിട്ടുണ്ട്. ചില കേസുകളിൽ ഇങ്ങനെയായിരിക്കും തരാം. 10 ഗുണിക്കണം 11 വരെ മാത്രമായിരിക്കും തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ അവസാന പദം എത്രയാണ്? 10 ഗുണിക്കണം 11. അതിൻ്റെ അവസാനത്തത് ആരാ? 11 അല്ലേ. അതിൻ്റെ തൊട്ടടുത്ത ആൾ ആരാ? 12. എൻ്റെ തൊട്ടടുത്ത ആൾ 1 കൂട്ടിയത്. ഈ 11നോട് അവസാനത്തെ ഇതിനോട് 1 കൂട്ടിയത് എത്രയാ? 12. അതായത് നമ്മുടെ അവസാന പദം എന്ന് പറയുന്നത് 10 ഗുണിക്കണം 11 ഈ 11 എന്നിട്ട് എന്ത് ചെയ്യാം? അതിൽ 11 ഇല്ല, അതിൽ വലുത്. അതിനോട് എന്ത് ചെയ്യുക? 1 കൂട്ടിയത് ആരാ? 12. ഇത് ചെയ്തതിന് ശേഷം 3 കൊണ്ട് ഹരിക്കാം. ഞാൻ എന്ത് പറഞ്ഞു? ഒരു തവണ കൂടി ഞാൻ പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അവസാന പദം ഏതാണെന്ന് നോക്കുക. അവസാന പദം എന്ന് പറയുന്നത് 10 ഗുണിക്കണം 11 നമ്മൾ കണ്ടുപിടിച്ചു. 10 ഗുണിക്കണം 11 അവസാന പദമാണ് എങ്കിൽ ഈ 11ൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാ? 12. അതിനെ കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 3 കൊണ്ട് ഹരിക്കുക. അതെ, ഈ 3ഉം 12ഉം വെട്ടിപ്പോയാൽ എത്രയാ?
4. ഈ 4 × 11 44. ഈ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 440. ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചെയ്തേക്കുന്ന ഇത്രേ ഉള്ളൂ. ഓക്കെ, ചെയ്തേക്കുന്നത് ഇത്ര മാത്രം. എന്താ ചെയ്തത്? അവസാന പദം നോക്കി, എന്നിട്ട് അതിനോട് എന്ത് ചെയ്തു? അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് അതുകൊണ്ട് ഗുണിച്ചു. 12 കൊണ്ട് ഗുണിച്ചു, ഡിവൈഡഡ് ബൈ 3. അത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ഇതിനെ വേറെ രീതിയിൽ ഇക്വേഷനൊക്കെ ആയിട്ട് പറയാം. n × n+1 × n+2 ഡിവൈഡഡ് ബൈ 3 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ അതിനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങൾ ഇത് മാത്രം ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ചോദ്യം 1 ഗുണിക്കണം 2, 2 ഗുണിക്കണം 3, 3 ഗുണിക്കണം 4 അങ്ങനെ വരുന്ന കേസുകളിൽ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ സംഖ്യ ആക്കിയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് 2, 6, 12 ഇത് നോക്ക്. 1 ഗുണിക്കണം 2 ആണ് 2, 2 ഗുണിക്കണം 3 ആണ് 6, 3 ഗുണിക്കണം 4 ആണ് 12, 4 ഗുണിക്കണം 5 ആണ് 20. ഇങ്ങനെ പോകുന്ന ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ആ കേസിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കണം. ഇത് എന്താണ്? 1 × 2 ആണ്, ഇത് 2 × 3 ആണ്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ചോദ്യം 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ഫസ്റ്റത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും അല്ലേ? അത് റേഷ്യോ എന്നുള്ള ചോദ്യമാണ്. റേഷ്യോ എന്നുള്ള ചോദ്യം മാത്രമല്ല, എന്താണ് നമ്മളെ ജിയോമെട്രിയും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ചതുർഭുജത്തിൻ്റെ കോണുകൾ 1:2:3:4 ആണ്. വലിയ കോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതുർഭുജത്തിൻ്റെ ആകെ കോണളവുകളുടെ തുക എത്രയാണ്? ചതുർഭുജമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ചതുർഭുജം എന്ന് പറഞ്ഞാൽ ചതുരമായിട്ട് എടുത്തോ. ചതുരല്ലേ ഈ കേസിൽ പറയുന്നത്. പക്ഷേ ചതുരം പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ആകെ കോണളവുകളുടെ തുക? 360 ഡിഗ്രി ആയിരിക്കും. ഇനി അത് ഓർമ്മയില്ല, വേണ്ട. n-2 × 180. n എത്ര ഇവിടെ? 4 -2 ഗുണിക്കണം 180. 2 ഗുണിക്കണം 180. 4 കുറയ്ക്കണം 2, 2 ഗുണിക്കണം 180, 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ 360 ഡിഗ്രിയാണ് കോണളവുകളുടെ തുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോണളവുകൾ 1:2:3:4. അപ്പോൾ ഇത് മൊത്തത്തിൽ കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 360 കിട്ടുന്നത്. കൂട്ടി നോക്കാം. 1 2 3, 3 3 6, 6 4 10. അതായത് 10 ഭാഗം വെച്ചാൽ അതാണ് 360 എന്ന് പറയുന്നത്. 10 ഭാഗം വയ്ക്കുമ്പോഴാണ് അത് 360. നമുക്ക് എന്താ വേണ്ടത്? ഈ 4 ഏറ്റവും വലിയ കോണാണ് വേണ്ടത്. അതാരാ? 4. ഏറ്റവും ചെറിയ കോൺ ഏതായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ആരാന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ നമ്മൾ ചെയ്യാറുള്ളത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അതന്നെ, ക്രോസ് ഗുണിക്കുന്നു. 360 ഗുണിക്കണം 4 കഴിഞ്ഞോ? ഹരിക്കണം 10. 10ന് ഗുണിക്കാൻ ആളുണ്ടോ? ഇല്ല. അപ്പോൾ അയാൾ താഴെ എഴുതുന്നു. ഈ 0 വെട്ടി 36 × 4, 36ൻ്റെ ഇരട്ടി 72, 72ൻ്റെ ഇരട്ടി 144 ഡിഗ്രി. സിമ്പിളല്ലേ? സിമ്പിളല്ലേ? ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ചെറിയ കോണാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1 ആവും. അപ്പോൾ എന്താവും? 360 ഗുണിക്കണം 1 ഡിവൈഡഡ് ബൈ 10. ഈ 0 വെട്ടിപ്പോയി 36 × 1 36 ഡിഗ്രി. മനസ്സിലായല്ലോ? സിമ്പിൾ ചോദ്യമല്ലേ? ഈ ഒരൊറ്റ ഭാഗം പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നിങ്ങൾ നോക്കിക്കേ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചേക്കണേ. ഇത് ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. നിങ്ങൾക്കറിയാം വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആണെന്ന് പറയുമ്പോൾ 3ൻ്റെ ഏതെങ്കിലും ഒരു പവറുള്ള സംഖ്യയായിരിക്കും നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 60നോട് 1 കൂട്ടി നോക്കി, 70നോട് 1 കൂട്ടി നോക്കി, 80നോട് 1 കൂട്ടി നോക്കി, 90നോട് 1 കൂട്ടി നോക്കി. ഇത് 61, 71, 81, 91. നിങ്ങൾക്കറിയാം ഇതിലാരെയാണ് 3ൻ്റെ വർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരാൻ പോണത്? ആരേ ഉള്ളൂ? 81 മാത്രമേ ഉള്ളൂ എന്നറിയാം. അതായിരിക്കും ഉത്തരം. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. 3ൻ്റെ ഏതെങ്കിലും ഒരു പവറിൽ വരാൻ പോകുന്ന 81 മാത്രമായിരിക്കും. അപ്പോൾ 80 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സാധാരണ എങ്ങനെ ചെയ്തു നോക്കാം. ഒരു സംഖ്യയെ നമ്മൾ എന്തായിട്ട് എടുക്കും? സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും അല്ലേ? ആ സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം. ഒരു സംഖ്യയുണ്ട് എക്സ്, അതിനോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുക്കുന്നതല്ലേ? അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ അതിനെ റൂട്ട് എടുക്കുന്നത്. അതാണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഇതാണ് ചോദ്യം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ x+1 കണ്ടുപിടിക്കും എന്നറിയോ? നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? 2 സൈഡിനെയും സ്ക്വയർ ചെയ്യുകയാണ് ആദ്യം ചെയ്യാം.
രണ്ട് സൈഡിനെയും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു റൂട്ടിൻ്റെ മേലെ ഒരു സ്ക്വയർ വന്നാൽ ആ റൂട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു റൂട്ടിൻ്റെ മേലെ സ്ക്വയർ റൂട്ടിൻ്റെ മേലെ ഇപ്പം നോക്കൂ, റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ റൂട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് സ്ക്വയറിൻ്റെ റൂട്ട് എന്നുള്ളതിനെ നമുക്ക് 1/2 എന്ന് പറയാം. അപ്പോൾ 2/1/2 ഹോൾ പവർ 2 അങ്ങനെ വന്നിട്ട് 2/1 ആവുന്നതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റൂട്ട് ഒഴിവാക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? രണ്ട് ഭാഗത്തിലും സമത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഒരേപോലെയുള്ള പ്രവർത്തികൾ ചെയ്താൽ എന്താ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടിടത്തും സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഒരു റൂട്ട് അങ്ങ് പോയി. അപ്പോൾ ഇതെന്തായി? 3 സ്ക്വയർ എത്രയാണ്? 9. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ റൂട്ടും പോകണം അല്ലേ? അപ്പോൾ ഇതിന് സ്ക്വയർ ചെയ്യണം, ഇവിടെയും സ്ക്വയർ ചെയ്യണം. ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? നിങ്ങൾക്കറിയാം, ആ റൂട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81. എക്സ് പ്ലസ് 1 81. എക്സ് എത്രയായിരിക്കും? 81 കുറയ്ക്കണം, ഈ +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ കുറയ്ക്കലാവും 1, 80 ഉത്തരം. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഒരു തവണ കൂടി ഞാൻ പറയാം, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സംഖ്യയെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഇനി ഞാൻ എന്ത് പറഞ്ഞു? എക്സ് പ്ലസ് 1 ആണ് എന്ത് നമുക്ക് വേണ്ടത്? സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ √x+1 ആണ്. ഇതിൻ്റെയും വർഗ്ഗമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടും കൂടി ഇട്ടു. ഇത് എത്രയാണെന്നാണ് പറയുന്നത്? 3 ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ റൂട്ട് ഒഴിവാക്കണമല്ലോ. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വശത്തും എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. രണ്ട് വശത്തും സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ റൂട്ട് അങ്ങ് പോയി കിട്ടി. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9 ആണ്. അത് നമുക്കറിയാം. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? ഈ റൂട്ടും കളയണം അല്ലേ? റൂട്ട് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തും ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഈ റൂട്ടും പോയി. അപ്പോൾ x+1 എന്ന് കിട്ടി. ഈ റൂട്ട് 9 സ്ക്വയർ എത്രയായി? 81 ആയി. അപ്പോൾ x+1 81 ആണെന്നെങ്കിൽ എക്സ് എന്തായിരിക്കും? 81. ഈ +1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആവും, 80 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? പക്ഷേ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വൃത്തസ്തൂപിക എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? വൃത്തസ്തൂപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു വൃത്തം ഉണ്ടാവും, സ്തൂപികയായിട്ടായിരിക്കും സംഭവം ഉണ്ടാവുക, കോണാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ അതറിയാതെ ഈ ചോദ്യം ചെയ്യാൻ പറ്റില്ല. വ്യാപ്തം കാണാൻ അല്ലെങ്കിൽ വോളിയം സമം എന്തായിരിക്കും? 1/3 πr²h. ഈ ആർ എന്ന് പറയുന്ന ആരാണ്? ആരമാണ് അല്ലെങ്കിൽ റേഡിയസ്. ആറാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. എച്ച് എന്ന് പറയുന്നത് ഉന്നതി അല്ലെങ്കിൽ ഹൈറ്റ്. ഓക്കെ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു നോർമലി ഉള്ള വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷനാണ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? ഈ വ്യാപ്തം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആരം 2 മടങ്ങും. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ 1/3 π × ആരം 2 മടങ്ങും. 2 മടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 6 മാറി. 6 എന്തായിട്ട് മാറി? 2 6 മാറി. ഇരട്ടിയായി അല്ലേ? അതിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ഇനി കാണേണ്ടത്. r² പകരം 2 6 ഹോൾ സ്ക്വയർ ഗുണിക്കണം. എച്ചിന് പകരം എന്തായിട്ട് മാറി? എച്ച് 3h ആയി എന്ന് പറയുന്നത്, 3 മടങ്ങായി എന്ന് പറയുന്നത്. എച്ച് എന്തായി? 3h ആയി. അപ്പോൾ 3h അങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്കത് എന്തായി? 1/3 π × 2 × r ഹോൾ പവർ 2 ആണ്. അപ്പോൾ 2 2നും ബാധക. 2 × 2 എത്രയാ? 4 ഗുണിക്കണം r² ഗുണിക്കണം 3 ഗുണിക്കണം h. ഇത് വെട്ടി ചെറുതാക്കാനൊന്നും നിൽക്കണ്ട, ഇവിടെ നോക്കിയാൽ മതി. 1/3 π × 3 × 4 12 r² h. ഇവിടെ ഈ രണ്ട് ഇക്വേഷനും, ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇപ്പം എന്താ ഉള്ളത്? ഈ 1/3 പൈയും രണ്ടിടത്തും സെയിമാണ്. ഈ r²ഉം എച്ചും രണ്ടിടത്തും സെയിമാണ്. വ്യത്യാസം ആരാ? 12. അതാണ് നമ്മുടെ ഉത്തരം. അതായത് ഇത് 1 മടങ്ങായിരുന്നു, അത് 12 മടങ്ങായിട്ടാണ് വർദ്ധിച്ചത്. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ കാര്യം മനസ്സിലാക്കാൻ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, വൃത്തസ്തൂപികയെയും വൃത്തസ്തംഭത്തെയും അല്ലെങ്കിൽ സിലിണ്ടറിനെയും നിങ്ങൾ വ്യത്യാസമായിട്ട് മനസ്സിലാക്കണം. അതെന്താ സംഭവം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വൃത്തസ്തൂപികയാണ്, അത് ഇങ്ങനെ ആയിരിക്കും.
അതിൻ്റെ താഴെ എന്തായിരിക്കും? ഒരു സർക്കിളായിരിക്കും, മേലെ ഒരു കോണായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. വൃത്തസ്തൂപിക ഇതാണ്, വൃത്തസ്തംഭമാണ് ചോദ്യത്തിലെങ്കിൽ അതിൻ്റെ താഴെ മേലെ എന്തായിരിക്കും? ഒരേ ഏരിയയുള്ള ഒരു സിലിണ്ടറായിട്ടായിരിക്കും എന്തുണ്ടാവുക? വൃത്ത സ്തംഭം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം വൃത്തസ്തൂപികയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ ഈ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കൂടിയും പറയാം. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് πr²h ആണ്. ഇതിൻ്റെ 1/3 ഭാഗമുള്ളൂ ഇത്, അതുകൊണ്ട് ഇത് 1/3 πr²h ആയിരിക്കും എന്ത്? കോണിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. നമുക്ക് ചോദിച്ചിരിക്കുന്ന വൃത്തസ്തൂപികയാണ്, അത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇനി നോക്ക്, ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്, വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? 1/3 πr²h. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്, അതുപോലെ h എന്ന് പറയുന്നത് ഉന്നതി അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ്. ഇനി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്? ആരം 2 മടങ്ങ്. അപ്പോൾ ആരം 6 എന്നുള്ളത് എന്തായിട്ട് മാറി? 2r ആയിട്ട് മാറി. ആരം 2 മടങ്ങ് വർദ്ധിപ്പിച്ചു അല്ലേ? ആരം 6 എന്നുള്ളത് 2r ആയി. ഉന്നതി 3 മടങ്ങ്, ഉന്നതി h ആണ്, അതെന്തായി? 3h ആയിട്ട് മാറി. ചോദ്യത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വ്യാപ്തം 1/3 πr²h ആണ് സാധാരണ. പക്ഷേ ആ ആറിൻ്റെ വില എങ്ങനെ എഴുതണം? ഇനി 2r ആയിട്ടും hൻ്റെ വില 3h ആയിട്ടും എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് എഴുതി നോക്കാം. 1/3 × π × ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2r ആണ്. അപ്പോൾ ഞാൻ 2r എഴുതി. ഇനി അതിൻ്റെ സ്ക്വയർ ഇങ്ങനെ വേണം എഴുതാൻ. രണ്ടിനെയും കൂടി ഒരുമിച്ച് എഴുതണം, അല്ലാതെ 2r, ആറിൻ്റെ മേലെ സ്ക്വയർ, അതായത് 2r² എന്നുള്ള പോലെ എഴുതരുത്, തെറ്റും കേട്ടോ. അപ്പോൾ 2r എഴുതിയിട്ട് അതിൻ്റെ മേലെ കോമൺ ആയിട്ടാണ് ആ പവർ 2 ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആറിൻ്റെ പകരമാണ് ആര് എഴുതുന്നത്? 2r എഴുതുന്നത്. ഗുണിക്കണം h ആണ് ഇനി വേണ്ടത്. h എന്തായി? 3h ആയിട്ട് മാറി ഈ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 1/3 π, 2ൻ്റെ സ്ക്വയർ, ഇത് 2നും സ്ക്വയർ ഉണ്ട്, 2നും സ്ക്വയർ ഉണ്ട്, 6നും സ്ക്വയർ ഉണ്ട്, മറക്കരുത്. 2ൻ്റെ സ്ക്വയർ എത്രയാ? 4 ഗുണിക്കണം 6ൻ്റെ സ്ക്വയർ r² ഗുണിക്കണം 3h. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 π × 4 × 3 12 r²h എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒന്ന് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ 12നെ മുന്നിലേക്ക് എഴുതാനോ ഗുണനമല്ലേ? 12 ഗുണിക്കണം 1/3 πr²h എന്നുള്ള പോലെ എഴുതാം. ഇത് എഴുതിയിരിക്കുന്ന ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. 12 മടങ്ങാണ് വ്യത്യാസം. 12 ഗുണിക്കണം 1/3 πr²h. 1/3 πr² ഇവിടെ തന്നെ, ഇവിടെയും 1/3 πr² തന്നെ. എന്തുകൊണ്ട് ഗുണിക്കണം? 12 കൊണ്ട്. അതായത് 12 മടങ്ങാണ് വർദ്ധിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, 12 മടങ്ങ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഇത് 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്, 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ചോദ്യമാണ്. ചിത്രത്തിൽ ആർക്ക് ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണ്, ആർക്ക് ACB എന്നാണ് പറയുന്നത്. ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ACB ഇങ്ങനെ വരച്ചേക്കുന്നതാണ് ആർക്ക്. ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളതാണ് ആർക്ക്. അപ്പോൾ അതിൻ്റെ അളവാണ് എന്ത്? 260 ഡിഗ്രി. അതിൻ്റെ അളവ് 260 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അളവുണ്ടല്ലോ, നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അളവുണ്ടല്ലോ, ഇതാണ് 260 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഞാനിതൊന്ന് മായ്ക്കുകയാണ്. ഈ കാര്യം മനസ്സിലായല്ലോ? എന്താ പറയുന്നത്? ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ നമ്മളൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത്. ഈ ആർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? 260 ഡിഗ്രി ആണ് എന്നാണ് പറയുന്നത്. ആർക്ക് ACB ആണ് നമ്മുടെ പേര്, ആർക്കിൻ്റെ പേര് ACB എന്നാണ്. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 260 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള അളവ് എത്രയായിരിക്കും? 360 ഡിഗ്രിയാണ്. ഇത് 260 ആണെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളി കിടക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ AOB എന്ന് പറയുന്നതിൻ്റെ അളവ് എത്രയായിരിക്കും? 360ൽ നിന്ന് ഈ 260 കുറയ്ക്കുന്നതായിരിക്കില്ലേ? അപ്പോൾ ഇത് എത്രയാ? 100. അതായത് ഇത് 260 ആണെങ്കിൽ ബാക്കിയുള്ള ഇത്രയും ഭാഗം എത്രയായിരിക്കും? 360ൽ നിന്ന് 260 കുറച്ചത് എത്രയാ? 100.
ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് മനസ്സിലാക്കണം. ഈ 100 എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ എ അടിക്കാൻ നിൽക്കരുത്. നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ് അല്ലേ, ACB. എപ്പോഴും നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടുക്ക് പറയുന്ന സാധനത്തിൻ്റെ അടുത്തായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, കോണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ കോണ് നോക്കുമ്പോൾ ACB ആണ് വേണ്ടത്, പക്ഷെ നമുക്ക് അറിയുന്നത് AOB മാത്രമുള്ളൂ. ACB ആണ് വേണ്ടത്, പക്ഷേ AOB, ഈ AOB ആണ് നമുക്കുള്ളത്, ACB ആണ് വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ഐ മീൻ 10th ഉണ്ട്. എന്താണ്, ഒരു സർക്കിളിൽ നമ്മൾ സർക്കിളിൻ്റെ മധ്യത്തിലേക്ക്, അതായത് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ഒരു ആർക്ക് ഉണ്ട് എങ്കിൽ അതിലുണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആ ആംഗിൾ എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ എവിടേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഉണ്ട്, അതായത് ആ സർക്കിളിൻ്റെ ഈ 2 വശങ്ങൾ, ഈ AB എന്ന് പറയുന്ന ആർക്കിൽ വെച്ചിട്ട് 2 പോയിന്റുകൾ എടുത്തിട്ട് അതിൻ്റെ മധ്യഭാഗത്തേക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് വരച്ചുണ്ടാക്കുന്ന ആംഗിളിൻ്റെ നേർപകുതിയായിരിക്കും എന്ത്, ഈ സർക്കിളിൽ വേറെ എവിടെ വരയ്ക്കുന്ന ഈ കോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്ന് പറയുന്നത്, ഇതിപ്പോൾ 100 ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം 50 ഡിഗ്രി തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 30 ആണെങ്കിൽ ബാക്കിയെല്ലാം എന്തായിരിക്കും, 15 ഡിഗ്രി ആയിരിക്കും. ഇതിപ്പോൾ 50 ആണെങ്കിൽ 25 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു സാധനം അത് 10th ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഈ ACB എന്ന് പറയുന്നത് എത്രയായിരിക്കും, 50 ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി 50. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഈ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എല്ലതും എന്തായിരുന്നു, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടതിൻ്റെ അപ്പോൾ അതിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കാതെ വഴിയില്ല. നമ്മളൊരു LDC പരീക്ഷയിലേക്കൊക്കെ വരുമ്പോൾ ഡയറക്റ്റായിട്ട് അവരിങ്ങനെ ചെയ്യുന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ചെയ്തു നോക്കണം. പക്ഷേ ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചാണ്. ഇത് വേറൊരു LDCയുടെ പരീക്ഷയിൽ ഏതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇതിൻ്റെ അതേ മോഡൽ തന്നെ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക, നല്ല ജോലിയൊക്കെ കിട്ടട്ടെ, നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.